ജാതിമരം നട്മക്കാണ് ഈ കാണുന്നത്. എനിക്ക് തോന്നുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ജാതിക്കുണ്ടാവുന്ന ഒരു ജാതിമരമാണ് നിങ്ങളീ കാണുന്നത്. നിങ്ങൾക്ക് എണ്ണാൻ പറ്റുമെങ്കിൽ എണ്ണിക്കുക. മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ വരെ എന്തുമാത്രം ജാതിക്ക ഉണ്ടാവുന്നുള്ളൂ. ഏതാണ്ടൊരു 2-3 റൗണ്ട് ജാതിക്ക ഇതിൽ ഓൾറെഡി പറിച്ചു കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് ഓവറായി കാണുന്നത്. ഇതിൻ്റെ തലക്കത്തേക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ ഇലയേക്കാളും കൂടുതൽ ജാതിക്ക ഉണ്ടായി കിടക്കണേ കാണുന്നത്. ഇതിൻ്റെ ജാതി മരത്തിൻ്റെ ഫുള്ള് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്. വലിയ വലിപ്പമൊന്നുള്ളൊരു ജാതി മരമല്ല ഇത്, എങ്കിലും ഇതിൻ്റെ കായബലമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് എല്ലാ വർഷവും ഈ അവസ്ഥയിലാണ് നമുക്ക് കായ്ഫലം തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ജാതിക്ക എന്തുമാത്രം നമ്മൾ ഒരു ജാതി മരത്തിനെ ഭംഗിയായിട്ട് പരിപാലിച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം ജാതിക്ക ഉണ്ടാവുന്നുള്ളത്. ആവശ്യത്തിന് വെള്ളവും ചാണകപ്പൊടിയും ആണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കോഴിവളം നമ്മൾ വാങ്ങിച്ച് വെച്ച ഒരു 6 മാസം അതിൻ്റെ എല്ലാ അസിഡിറ്റിയും അതിൻ്റെ എല്ലാ കെമിക്കൽ കണ്ടൻറ്റും മാറിയതിന് ശേഷം അത് നമ്മൾ ചുവട്ടിലിട്ട് കൊടുക്കും. ഇത് സൂം ചെയ്ത് ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ടോപ്പ് മുതൽ ജാതിക്കയാണ് കംപ്ലീറ്റ്. കണ്ടോ? ഇതൊക്കെ ഒത്തിരി പറിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് നമ്മളിടുന്നത്. അപ്പോൾ ഇതിൻ്റെ തൈ നമ്മൾ അടുത്ത വർഷം മുതൽ ഇതിൻ്റെ തൈ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ തന്നെ കൃഷി ചെയ്യാനുള്ള പരിപാടിയാണ് ബാക്കി പറമ്പിൽ. നമ്മുടെ ഫാമിലുള്ളൊരു ജാതിമരമാണിത്. നമുക്ക് കുറേ ജാതിമരം ഉണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ കാവലം തരുന്ന ജാതിമരമാണിത്. അതുകൊണ്ട് ഒരു കമ്പ് ഞാൻ തിരിച്ച് നിങ്ങളെ കാണിച്ചു തരാം. ഒരു കമ്പയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നോക്കി, അതിൻ്റെ അറ്റം വരെ ജാതിക്കയാണ്. ഇതെല്ലാം തൂങ്ങി താഴേക്ക് കിടന്നതാണ്. അപ്പോൾ അന്നേരം നമ്മളൊരു വീഡിയോ ഇടുന്ന ഓർത്തിട്ട് നമുക്കത് അന്നേരം അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ നോക്കുക. അപ്പോൾ മലയാളം അറിയില്ല എന്നവർക്ക് ഇറ്റ്സ് എ നട്ട്മഗ് ട്രീ ആൻഡ് യു ഹാവ് plenty mean thousands of nutmegs on this tree. It seems to be one of the highest nutmeg producing tree. You see each branch you look into, you can find in hundreds